ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ വിമർശിച്ചാൽ തല പോകുമോ? സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ? കുടുംബക്കാര് പിന്നീട് നമ്മളെ പേടിപ്പിക്കുവോ? സാമുദായിക സംഘടനക്കാർ വന്ന് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുവോ? ഇനിയും ഈ സമൂഹത്തിൽ നിന്നു പോകാൻ പറ്റുമോ? നമ്മുടെ കപട മതേതരത്വത്തിന്റെ മുഖമൂടി അങ്ങ് അഴിഞ്ഞു വീഴുവോ? ഇങ്ങനെയൊക്കെയുള്ള ഭയം ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നതില്ല. അതിന് നമ്മൾ നന്ദി പറയേണ്ടതും കടപ്പെടേണ്ടതും ജോസഫ് മാഷോടാണ്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറി. ഇക്കണ്ട സകലമാന പുഴുക്കുത്തുകളെയും ഏറ്റുവാങ്ങിയപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, നിർഭയത്വം ലഭിച്ചു, ധൈര്യം ലഭിച്ചു. ചില യാഥാർത്ഥ്യം ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള നമുക്ക് ഒരു തൻ്റെ ഇടം ലഭിച്ചു. എക്സ്പെഷ്യലി സ്ത്രീകൾക്ക് ക്ലബ് ഹൗസ് ഇടങ്ങളിലൂടെയൊക്കെ എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം, എൻ്റെ അടുത്ത സുഹൃത്തായ മുസ്ലിം എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്, എൻ്റെ അയൽവാസിയായിട്ടുള്ള മുസ്ലിം എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, എന്നെ കാണുമ്പോൾ വാതിലുകൾ കൊട്ടിയടക്കത്തക്ക രൂപത്തിൽ ഞാൻ അവരോട് എന്താണ് ചെയ്തത്, എന്നോട് ഇങ്ങനെ വിരോധത്തോടു കൂടി പെരുമാറാൻ ഇവരെ എന്താണ് പ്രേരിപ്പിച്ചത് എന്ന് പറയാനും മനസ്സിലാക്കാനും അത് സമൂഹത്തെ ബോധവൽക്കരണം ചെയ്യാനും ക്രിസ്ത്യൻ ഹിന്ദു സ്ത്രീകൾ ധൈര്യസമേതം മുന്നോട്ട് വന്നതിന് ജൂതനുണ്ടാക്കിയ മീഡിയയോട് നമ്മൾ നന്ദി പറയണം. ഈ 57 ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നൊന്ന് മൂത്രമൊഴിച്ചാൽ 1 കോടി പോലും വരാത്ത ലോകത്തിലെ മുഴുവൻ ജൂതന്മാരും അങ്ങ് ഒലിച്ചു പോകുമെന്നായിരുന്നു ഇവരൊരു കാലത്ത് വിശ്വസിച്ചിരുന്നത്. ഇവരപ്പയിട്ടിട്ട് പോലും ഒരു ചലനവുമില്ല. ജൂതന്മാരിപ്പോഴും അവരെ ആരെന്ത് പറയുന്നു, അവരുണ്ടാക്കിയ മീഡിയ ആരുപയോഗിക്കുന്നു, ഫോക്കസ് ചെയ്യുന്നില്ല. ഇന്ന് ഈ ഇന്റർനെറ്റ് ഇല്ലാതെ എങ്ങനെയാണ് അറബ് ലോകത്തിന് ജീവിക്കാൻ കഴിയുന്നത്? പോട്ടെ, കൊച്ചു കേരളക്കരയിൽ എത്ര പേർക്ക് പറ്റും? ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചു. ഇനി മിക്സിയും ഇല്ല, ഗ്രൈൻഡറും ഇല്ല, കറണ്ടും ഇല്ല, റോഡ്, കാറുകള്, ഫ്ലൈറ്റ്, ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ പഴയ കാലഘട്ടത്തിലേക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വേണം സൗകര്യങ്ങൾ. ജൂതന്മാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ ഞങ്ങളെ പറയുന്നുണ്ടല്ലോ, ഇറാൻ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും സിറിയയാണെങ്കിലും പലസ്തീൻ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ ഉപയോഗിക്കുമല്ലേ എന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. ഇനിയും അടുത്ത് എന്തുണ്ടാക്കാം? ലോകത്തിലുള്ള സകലമാന ആളുകൾക്കും പ്രയോജനകരമായിക്കോട്ടെ. നമ്മളെ പുറന്തള്ളി പറയുന്ന, നമ്മളെ അനാവശ്യങ്ങൾ പറയുന്ന ആളുകൾക്കും ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെട്ടോട്ടെ, നമുക്ക് പ്രശ്നമല്ല. അതാണ് ജൂതന്റെ ബുദ്ധി. ജൂതന്റെ ബുദ്ധി നശീകരണ ബുദ്ധിയല്ല. എല്ലാവർക്കും പ്രയോജനകരമാകുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ലോകത്തിന് ചെയ്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അതാണ് ഒരു വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും തുടങ്ങിയ എല്ലാ മേഖലകളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷേ മുസ്ലിങ്ങൾ ഈ ലോകത്തിന് എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത്? യുദ്ധവും കൊള്ളയും കൊലയും പിടിച്ചുപറിയും ബലാത്കാരങ്ങളും രക്തച്ചൊരിച്ചിലുകളും എന്താ പലസ്തീൻ കാണിച്ചു തരുന്നത്? പലസ്തീൻ എന്താ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത്? ഇറാൻ, ഇറാഖ്, സിറിയ, തുർക്കി, യമൻ, സൗദി അറേബ്യ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും ഗുണകരമാകുന്ന രൂപത്തിൽ ആരാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് ഇന്ന് നമുക്കറിയാം. സശ്രദ്ധം ഒരു സ്ത്രീ തുറന്നു പറയുകയാണ് ചില യാഥാർത്ഥ്യങ്ങൾ. ഇത്രയും കാലത്തെ അവരുടെ സോഷ്യൽ മീഡിയ അനുഭവത്തിൽ നിന്നും അവർക്ക് ഉരുത്തിരിഞ്ഞു വന്ന അവർ ബോധ്യപ്പെട്ട ചില വസ്തുതകൾ നിർഭയം അവർക്ക് സോഷ്യൽ മീഡിയ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് അവര് സംസാരിക്കുവാണ്. കേട്ടോ. ഈ വലിയ വലുതായ ഈ കുട്ടിക്ക് ഇപ്പോ അവളുടെ ഇസ്ലാം മതത്തിന്റെ അനുബന്ധിച്ച പേരിന് പകരം ഒരു അമ്മ ഹിന്ദു ആയതുകൊണ്ട് അവൾക്ക് ഒരു ഹിന്ദു. അതായത് അവർ പറഞ്ഞു വരുന്നത്, ഒരു സ്ത്രീക്ക് ആരുമില്ലാതെ വന്നപ്പോൾ വൃദ്ധയാണ്, അവരൊരു കുട്ടിയെ എടുത്ത് വളർത്തി. ആ കുട്ടി എങ്ങനെയോ മുസ്ലിം തീവ്രവാദികളുടെ കൈകളിൽ അകപ്പെട്ടു. ആ കുട്ടിയുടെ പേരൊക്കെ മാറ്റി അവരങ്ങനെ അതിനെ കൊണ്ടു നടക്കുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ പൂർവ്വ മതത്തിലേക്ക് തിരിച്ചു വന്ന ആ പേര് സ്വീകരിച്ച് അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് തോന്നി. അങ്ങനെ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങുവാണ് തൻ്റെ പേരൊന്ന് മാറ്റി കിട്ടുന്നതിന് വേണ്ടിയോ എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട്. നോക്കിക്കോ, ഇവർക്കൊക്കെ വന്നു ചേരും. നമ്മുടെ നിയമത്തിന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു 3-4 ആഴ്ച മുമ്പത്തെ മാതൃഭൂമി വരാന്ത പത്തില് ഒരു അന്ധയായ അമ്മയുടെയും ഒരു അച്ഛനാരാണെന്ന് അറിയാതെ പിറന്ന ഒരു കുട്ടിയുടെയും ഒരു സ്റ്റോറി മാതൃഭൂമി വരാന്ത പടത്തിന്റെ ഫസ്റ്റ് പേജ് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ അപ്പൊ ആ കുട്ടി വലുതായി. അപ്പൊ അവള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. പക്ഷെ അതിന്റെ അമ്മേനെ നോക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഈ ജോലിയൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷെ ഈ ഈ കുട്ടിയുടെ അമ്മ ഹിന്ദുവാണ്. ഈ കുട്ടീനെ ഇടയ്ക്ക് എടുത്ത് വളർത്തി ഏതോ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി വളർത്തിയപ്പോ ഇസ്ലാം മതത്തിന്റെ ഒരു അനാഥാലയത്തിലാണ് ഈ കുട്ടി വളർന്നത്. അതുകൊണ്ട് അവർ ആ കുട്ടിക്ക് ഒരു ഇസ്ലാമിക പേര്, ഈ കുട്ടിക്ക് ഈ വലിയ വലുതായ ഈ കുട്ടിക്ക് ഇപ്പോ അവളുടെ ഇസ്ലാം മതത്തിൽ അനുബന്ധിച്ച പേരിന് പകരം ഒരു അമ്മ ഹിന്ദു ആയതുകൊണ്ട് അവൾക്ക് ഒരു ഹിന്ദു പേരിൽ ഹിന്ദു ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത തരത്തില് ഈ കുട്ടി ഓരോ ഓഫീസിലും കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ഇന്ന് വരെ ആ കുട്ടിക്ക് ഹിന്ദു ആവാനുള്ള ഇസ്ലാമിക പേര് മാറ്റി ഹിന്ദു പേരിടാനുള്ള സാവകാശം ഇന്നേ വരെ കേരളത്തിലെ ആ കുട്ടി താമസിക്കുന്ന വില്ലേജ് ഓഫീസർക്കോ യാതൊരു ഓഫീസേഴ്സിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളാരെങ്കിലും ഇതിൽ CH പറഞ്ഞോന്ന് അറിയില്ല. കാരണം ഞാൻ കുറച്ച് നാളായിട്ട് CH കയറുന്നില്ലായിരുന്നു. ഞാൻ ഈ വാർത്ത കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എനിക്ക് പറയണമെന്ന്. ആരെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടോ അറിഞ്ഞോ ഒന്നും അറിയില്ല. അപ്പൊ ഇന്നത്തെ കേരളത്തിലെ സംഭവത്തില് ഈ ഒരു ഇസ്ലാമിക പേരുള്ള ഒരാൾക്ക് പോലും ആ പേരൊന്ന് മാറ്റി അനിസ്ലാമികമായിട്ടുള്ള ഒരു പേരിടാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ കേരള സമൂഹത്തിൽ ഇല്ല. മാത്രമല്ല എന്റെ ഒരു കസിൻ പോലീസിലുണ്ട്. പുള്ളി തന്നെ പറഞ്ഞതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പച്ച പോലീസാണ്. അവിടെ ഇസ്ലാമിതര മതസ്ഥർക്ക് പോലീസിൽ പോലും യാതൊരു വിവാദമില്ല. എത്ര പറഞ്ഞാലും മനുഷ്യരുടെ തലയിലേക്ക് അറിയണ്ടോ? ഒരു 15 വർഷത്തിനുള്ളിൽ ഒരു ഗവൺമെന്റ് ഓഫീസുകളിൽ ഒരു പേരിന് മാത്രം ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഹിന്ദുക്കളും വളരെ ഫീബിൾ ആയിരിക്കും. വിരലിൽ എണ്ണാവുന്ന ആൾക്കാര് ഒരു ശരി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആർക്കാണ് നിങ്ങൾ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളെങ്കിലും BJPക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ തയ്യാറാകുമോ? അല്ല, നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇനിയും 2-3 വർഷം കഴിയുമ്പോൾ നാമമാത്രമായി പോലും ഗവൺമെന്റ് ഓഫീസുകളിലോ പ്രൈവറ്റ് ഓഫീസുകളിലോ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് നമ്മളിങ്ങനെ പറയുകയല്ലാതെ നമ്മളെ കൊണ്ട് എന്ത് മുൻകരുതലുകളാണ് എടുക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ 3 ഡിസ്ട്രിക്ട് കൂടുമ്പോൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ഇപ്പോഴത്തെ യങ് ജനറേഷൻ അവരെ ആരെയും തന്നെ ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഇതൊക്കെ കുറെ ദിവസമായിട്ട് പറയുന്നു, പക്ഷെ എനിക്ക് അറിയത്തില്ല അതെങ്ങനെയാണ് ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും റൈറ്റിംഗ്സ് ഒക്കെ എഴുതണം, എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യണം. അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളിൽ, രാഷ്ട്രീയക്കാരില്, പിന്നെ എസ്പെഷ്യലി ഹോസ്പിറ്റൽസിൽ, എനിക്ക് ഏറ്റവും വേണ്ടി ഹോസ്പിറ്റൽസ് ആണ്. നമ്മളൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല, നമ്മൾ വാങ്ങിക്കത്തേ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ അടുത്ത് എങ്ങനെ നമ്മൾ ചികിത്സയ്ക്കില്ലെന്നെങ്കിൽ എന്താ ഉറപ്പ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് സേഫ് ആയിരിക്കുന്നു? ഇവന്റെ വല്ല മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് എടുത്ത് കൊടുക്കത്തില്ല, എന്നെ കൊണ്ടിട്ടെടുത്ത് കൊടുക്കത്തില്ല എന്ന് ഞാനിങ്ങനെ വിശ്വസിക്കും. പണ്ടത്തെ ഹോസ്പിറ്റൽസ് കുറെ ഇപ്പം ക്രിസ്ത്യൻസ് ഒക്കെ നടത്തിയിരുന്ന അച്ഛന്മാർ സിസ്റ്റേഴ്സ് പണ്ടൊക്കെ നമ്മൾ എങ്ങാനും കേട്ടിട്ടുണ്ടോ ലിവർ കട്ടുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഹാർട്ട് കട്ടുകൊണ്ട് പോകുന്നു? പക്ഷെ ഇവർ ഇത് വരുമ്പോൾ ഫുഡിന്റെ ഇതാണെങ്കിൽ പണ്ട് ഇത്രയും ഒരു ഡേഞ്ചർ പറയുന്നില്ലായിരുന്നു ഹോട്ടൽ ഫുഡ്. കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നു മോസ്റ്റ് ഓഫ് ദ ഫുഡ് ഇത് നിന്നിരുന്നു, ബിസിനസ്സുകൾ നിന്നിരുന്നു. ഇപ്പൊ അതും കൂടി ഇവരുടെ കയ്യിലേക്ക് പോയി, അസുഖങ്ങൾ കൂടി. പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ കാര്യം എന്ത് സേഫ്റ്റി ഉള്ള എങ്ങനെ വിശ്വസിക്കുന്നത്? കാരണം ഇപ്പൊ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാഫറായിട്ട് കാണും. കാഫറിന്റെ ഡെഫിനേഷൻ തന്നെ കാഫർ നജസാന്നായിട്ട് വിശ്വസിക്കുന്നു. നജസ് എന്ന് പറഞ്ഞാൽ അശുദ്ധം. ഈ കാഫർ ആവുന്ന എങ്ങനെ, ഈ അശുദ്ധം ആവുന്ന എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിനെയും ലാസ്റ്റ് ജഡ്ജ്മെന്റ് വിശ്വസിക്കായിരുന്നു മതി. അത് ഏത് ക്രിസ്ത്യാനിയും ഇവിടുത്തെ ഏത് ക്രിസ്ത്യാനി ഹിന്ദുവും വിശ്വസിക്കുന്ന അള്ളാഹിന്റെ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഒരുത്തം പോലും വിശ്വസിക്കുന്നില്ല. അപ്പൊ നമ്മൾ അശുദ്ധരായോ? അപ്പൊ ഈ നമ്മളൊക്കെ അശുദ്ധരാണെന്നും ഒരു അയിത്തം മനസ്സിന് കൊച്ചിലെ പോലെ സൂക്ഷിച്ച് അത് പഠിച്ച് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ നമ്മളെ എന്ത് ചികിത്സിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? പിന്നെ IAS IPS ഇവർ കയറി വന്ന അപ്പൊ എന്തായിരിക്കും സ്ഥിതി? സ്ഥലങ്ങളും വീടുകളൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ? വില്ലേജ് ഓഫീസിൽ എല്ലാവരും നിൽക്കുമ്പോൾ വഖഫ് കൂടി സ്ട്രോങ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വെരി ഡേഞ്ചറസ്. ഇവരുടെ ഈ പഠിപ്പിക്കുന്നത് നമുക്ക് ഇനി തിരുത്താവുന്നതേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് മനസ്സ് വെച്ചാൽ മതി. ഇവരുടെ പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് സ്ക്രൂട്ടനൈസ് ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും എല്ലാവർക്കും വേണം. വഖഫിന്റെ ഇരകളൊക്കെ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുക. അപ്പോഴും വയനാട്ടിൽ ജയിച്ചതാരാ? വഖഫ് ഭേദഗതി ചെയ്ത് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും മുസ്ലിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്ത് സ്വതന്ത്ര ഭാരതം തന്നെ നിങ്ങൾ എഴുതിയെടുത്തോളൂ എന്ന് പറഞ്ഞ ഔദാര്യം കാണിച്ചവരെയാണ് വിജയിപ്പിച്ചത്. അപ്പൊ വോട്ട് നിങ്ങൾ അവിടെ കുത്തിയാൽ നിങ്ങളുടെ വീട് അവര് കൊണ്ടുപോകും. മനസ്സിലായോ? മക്കൾക്ക് ചെയ്യാമെങ്കിൽ സൗദിക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ചെയ്ത എന്താ കുഴപ്പം? സൗദി തന്നെ മെയിൻ ഇത് പഠിപ്പിക്കുന്ന സ്ക്രൂട്ടനൈസ് ചെയ്ത് മറ്റുള്ള മതക്കാരെ താഴ്ത്തി മികഴ്ത്തിയൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ എടുത്ത് മാറ്റി വിരോധമൊക്കെ കൊച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ പോവാൻ കുറച്ച് പാടാം. അപ്പൊ അത് എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഒരു 40 years കഴിയുമ്പോൾ ഇനി അടുത്ത സെറ്റ് ഓഫ് തീവ്രവാദികൾ റെഡിയാവും. അവിടുത്തെ ചെറിയ പിള്ളേരൊക്കെ അന്ന് വലിയ തീവ്രവാദികളായിട്ട് നമ്മളൊക്കെ വയസ്സായി ഇതിന് വരും.
അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കണം. എഡ്യൂക്കേഷന്റെ സിസ്റ്റം, പിന്നെ ഈ OBC ഇവരെ എല്ലാ മേഖലകളിലും ഇവർ കയറിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തന്നെയുമല്ല ഇവർക്ക് OBC ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇനി ഇവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം പോരാന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് ആരാണെന്ന് അറിയാമോ? നിങ്ങൾ ഈ പറഞ്ഞ കപട മതേതരന്മാരാ. ഒന്ന് നോക്കിയിരുന്നാ മതി. വോട്ടിടാൻ പോകുമ്പോൾ ഒന്ന് കരുതിയാ മതി പറഞ്ഞ വസ്തുതകളൊക്കെ. നന്ദി.